മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിലെ ഗാനമാണ് അടുത്ത വിഷയം. കഴിഞ്ഞ ആഴ്ച നമ്മളിത് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അന്ന് ആ ഗാനം CPM ഏറ്റെടുത്തിരുന്നില്ല. ഇന്ന് ഈ വിഷയത്തിൽ LDF കൺവീനർ EP ജയരാജൻ്റെ പ്രതികരണമാണ് വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കാരണമായത്. EP ജയരാജൻ പറഞ്ഞത്, ജനത്തിന് ഒരാളോട് വല്ലാത്തൊരു ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നിയാൽ ഇതുപോലെയുള്ള പാട്ടും സിനിമയും ഒക്കെ വരും. അത് വലുതായി ചർച്ച ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ വ്യക്തിപൂജയുടെ പേരിൽ കണ്ണൂരിൽ P ജയരാജന് ശാസിച്ച പാർട്ടിയാണ്. ആ ഒരു ചരിത്രം കൂടി പ്രേക്ഷകർ ഓർക്കണം. അങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഗാനത്തെ CPM തള്ളാതെ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നത് എന്നതാണ്. നാസർക്ക, P ജയരാജനെ ശാസിച്ച പാർട്ടി ഇവിടെ പിണറായി സ്തുതി ഉണ്ടായപ്പോൾ എതിർത്തൊന്നും പറയുന്നില്ല. ഒരു പാർട്ടിയിൽ രണ്ട് നിലപാട്, രണ്ട് നയം ആയാണ് ഇതിനെ കാണേണ്ടത്. ഈ ഉത്തരത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് രണ്ടാളിരുന്നൊരു കാര്യം ആദ്യം അറിയണം. ഈ പാട്ട് ആദ്യമായിട്ട് കേട്ടപ്പോൾ എന്താ തോന്നി? നിങ്ങൾക്ക് എന്താ തോന്നി? ഇങ്ങനെ ഒരു പാട്ട് വന്നു എന്നും പാട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നപ്പോൾ ദിവ്യക്ക് എന്താ തോന്നി? എനിക്ക് തോന്നുന്നത് പിണറായി മുഖ്യമന്ത്രിക്കിട്ട് പണി കൊടുത്തതാണെന്നാണ് എനിക്ക് ആദ്യം ആ പാട്ട് കേട്ടത്. ഞാൻ സത്യത്തിൽ ആ പാട്ട് മുഴുവൻ ആദ്യം കേട്ടില്ല. കാരണം എനിക്ക് അത് അങ്ങനെ മുഴുവിപ്പിക്കാൻ തോന്നിയില്ല. കലാപരമായ മൂല്യവും തോന്നിയില്ല. അതിൻ്റെ ഒരു റിലവൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒന്നല്ല. ആദ്യം തന്നെ നമ്മളോട് സംസാരിക്കും, ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത്, ഇതാരോ ഒന്നാമത് പിണറായി വിജയൻ ഇപ്പം നവകേരള യാത്രയൊക്കെ നടത്തിയ ഒരു രാജാവിനെ പോലെ ആകാൻ ശ്രമിക്കുകയാണെന്ന് ആളുകൾ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് ഫ്യൂൽ ചെയ്യാൻ ഉദ്ദേശിച്ച് ഏതോ അതിബുദ്ധിമാന്മാരായിട്ടുള്ള രാഷ്ട്രീയ ശത്രുക്കൾ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നിപ്പോൾ എൻ്റെ കാര്യം തിരിഞ്ഞിട്ടുണ്ട്. ഞാനും അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി. അങ്ങനെ തന്നെ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ഞാൻ തിരുവനന്തപുരം ബിരോയിലെ നമ്മളുടെ സുഹൃത്തുക്കൾ മുഖേനയും അല്ലാതെ കുറച്ച് കാലമായിട്ട് അവരെക്കാട്ടൊക്കെ കൂടുതൽ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് പിന്നെ ഈ പൊളിറ്റിക്കൽ ബീറ്റ്, പ്രത്യേകിച്ച് CPM ബീറ്റ് നോക്കുന്ന മുതിർന്ന പത്രക്കാർ മുഖേനയും അല്ലാതെ ഒന്ന് രണ്ട് പാർട്ടി സഖാക്കൾ മുഖേനയൊക്കെ ഈ കാര്യം അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ അന്വേഷണത്തിലുണ്ടായിരുന്നു ഇതാരോ പിന്നെ പാർട്ടിയൊക്കെ ട്രോളാൻ വേണ്ടിയിട്ട്, അതിഭീകരമായിട്ട് ട്രോളാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്പൂഫാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുത്തൂടെയെന്ന് ആണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ CPM നേതാക്കളുടെ അടുത്തുനിന്ന് അവർക്കെതിരെ അത് എനിക്ക് അവസാനം തോന്നിയപ്പോൾ അത്രയും ഇതായിട്ടാണ് തോന്നിയത്, അപഹാസ്യമായിട്ട് തോന്നിയത്. അപ്പോൾ പിന്നെ എന്നോടൊരു CPM നേതാവ് പറഞ്ഞത്, അതിനുശേഷം നമ്മളുടെ ബ്യൂറോയിൽ അവിടെ പിന്നെ ഇത് നോക്കുന്ന എന്താണ് നമ്മളുടെ പിന്നെ CPM ബീറ്റ് നോക്കുന്ന സേഫ് 2-3 ആൾക്കാരോട് സംസാരിച്ചപ്പോൾ സേഫിനോട് അവരൊക്കെ പറഞ്ഞതും ഒരേ മറുപടിയായിരുന്നു. അങ്ങനെ പോലും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. അവർ പറഞ്ഞ മറുപടി, എന്ത് ബലത്തിൽ കേസ് കൊടുക്കും, എങ്ങനെ കേസ് കൊടുക്കും, ഇത് പിന്നെ എന്ത് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ വകുപ്പില്ല. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് എനിക്ക് മനസ്സമാധാനം ഒക്കെ ഉണ്ടായി. കാരണം പിണറായി പണ്ട് പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞ് നമുക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ പാർട്ടിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ, കൃത്യമായിട്ട് ഈ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾ CK പത്മനാഭനാണ്. 2021 കണ്ണൂർ ഒരു പത്രസമ്മേളനം നടത്തിയപ്പം അത് സാഹചര്യം ഏതാ വെച്ചാൽ, നമ്മളുടെ അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് എത്തിയിട്ട് കറങ്ങിത്തിരിഞ്ഞ് BJPയിൽ എത്തിയിട്ട് അബ്ദുള്ളക്കുട്ടിയെ ദേശീയ വൈസ് പ്രസിഡൻ്റാക്കിയ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന ഒരു പത്രസമ്മേളനത്തിൽ CK പത്മനാഭൻ പറയുന്നുണ്ട്, പിന്നെ ഈ പിണറായി വിജയൻ്റെ വ്യക്തിപ്രഭാവം നിങ്ങൾ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം, അതിനോട് കളിക്കാൻ നിൽക്കരുതെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവമുണ്ട്, അത് അത് അംഗീകരിക്കണമെന്ന് CK പത്മനാഭൻ പറഞ്ഞതാ. BJP പഴയ ജില്ലാ പ്രസിഡന്റ്, BJP പഴയ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ, CKP അല്ല, CK പത്മനാഭൻ. മറ്റേ നമ്മളെ പിന്നെ കർഷക സംഘ നേതാവായ CPM നേതാവല്ല, CKP അല്ല, CK പത്മനാഭൻ പറഞ്ഞതാണ്. ഇപ്പോഴും അത് തിരഞ്ഞാൽ കിട്ടുന്ന ഒരു പത്രസമ്മേളനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് അത് പിന്നെ ഞാൻ അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ട് ഞാൻ മൂപ്പർ തന്നെ വിളിച്ചു നോക്കി. അപ്പോൾ മൂപ്പർ ഡേറ്റ് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ തപ്പിയപ്പോൾ പത്രസമ്മേളനം കിട്ടി. അപ്പം പിന്നെ ആ സംഭവം ഉണ്ടല്ലോ, ഈ വ്യക്തിപ്രഭാവം തിരിച്ചറിയണം എന്ന് പറഞ്ഞത്, അത് നമ്മളെപ്പോലെ തന്നെയുള്ള നിലവാരത്തിലുള്ള ആൾക്കാരാണ് CPMൻ്റെ നേതാക്കൾ എന്നുള്ളത് കൊണ്ട് അവർക്കും ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇത് മനസ്സിലായത്. അടുത്ത ദിവസങ്ങളിൽ പിന്നെ ഈ പാർട്ടിയുടെ MLAമാരിൽ നിന്ന്, MLAമാരും പോട്ടെ, മന്ത്രിമാരിൽ നിന്ന്, ഘടകകക്ഷി നേതാക്കളിൽ നിന്നൊക്കെ പിന്നെ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സൂര്യനാണ് അടുത്താൽ പിന്നെ കരിഞ്ഞു പോകുമെന്ന്. പിന്നെ ഒരു മന്ത്രി പറഞ്ഞത് പിന്നെ ദൈവം തന്ന വരദാനമാണ് കേരളത്തിന് വാസവൻ തന്നത്. പിന്നെ CPIയുടെ ഒരു മന്ത്രി നിയമസഭയിൽ വെച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ ആരുടെ ഹൃദയമാണോ പിന്നെ ഇത് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആരുടെ ഹൃദയമാണോ തവിക്കുന്നത് അവർ മഹാനാണ് എന്ന് പിന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ ആ വാക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ മഹാനാണെന്ന് GR അനിൽകുമാർ പിന്നെ നിയമസഭയിൽ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതിനുശേഷമാണ് ഈ പാർട്ടി സെക്രട്ടറി പറയുന്നത്.
അപ്പം ഈ MLA-മാർ, മന്ത്രിമാർ, പാർട്ടി സെക്രട്ടറി, പാർട്ടിക്കകത്തുള്ള ഇത്രയും ആളുകളൊക്കെ ഇത്രയും ആരാധനയോടെ മൂപ്പരെ കാണുക മാത്രമല്ല, ആ ആരാധന തുറന്ന് പറയുകയും തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പം അത് വ്യക്തിപൂജ അല്ലല്ലോ, അതിൽ അപ്പുറത്തേക്ക് പൂജയല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തോ ഒരു സാധനമായിട്ട് വളർന്നിട്ടുണ്ട്. അങ്ങനെ ആ ഘട്ടത്തിൽ വെച്ചാൽ പാർട്ടി സെക്രട്ടറി, MLA-മാർ, മന്ത്രിമാർ എന്നില്ല വെച്ചാൽ കേഡർ സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നാമെങ്കിൽ ഈ പിന്നെ കാട്ടാക്കടയിലെ ഒരു സാധാരണ പ്രവർത്തനം ഇത് തോന്നില്ലേ? ആ കക്ഷിയുണ്ട് കാട്ടാക്കടയിലെ സാധാരണ പ്രവർത്തനം, മൂപ്പരുടെ പേരെന്തായിരുന്നു, വളരെ പിന്നെ നമ്മൾ അതിൻ്റെ ആ പാർട്ടിയുടെ ഈ കാട്ടാക്കടക്കാരനായ ഒരു കക്ഷി ഉണ്ടല്ലോ, എന്തോ ഒരു നില എന്നാണ് പറയുന്നത്, ഷാനാസ് നില. ഷാനാസ് നില എന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര്. കാട്ടാക്കടയിലെ ഈ പാർട്ടി എഴുതിയ ആളുടെ പേര്, സംവിധാനം ചെയ്ത ഒരാൾ വേറെ ഉണ്ട്. അപ്പോൾ എഴുതിയ ആൾ പറയുന്നത്, പിന്നെ എൻ്റെ മനസ്സിൽ ആരാധനയുണ്ട്, ആരാധന ഉള്ളത് കൊണ്ട് ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാനത് ആവിഷ്കരിച്ചു, അത് ഞാൻ എഴുതി, അത് പാട്ടാക്കി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ഇത് പിണറായിക്ക് ഇത് ഇഷ്ടപ്പെടുമോ, ദേഷ്യം വരുമോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ സത്യം മനസ്സിലാക്കി, എൻ്റെ പിന്നെ ആത്മാർത്ഥം മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുമായിരിക്കും. ഏതായാലും ഇത് എൻ്റെ ആരാധന കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തത് തന്നെയാണെന്ന് അത് എഴുതിയ ചെറുപ്പക്കാരൻ പറയുന്നു, കൂടെ പാടിയ ചെറുപ്പക്കാരും ഒക്കെ പറയുന്നു. അവരുടെ നിലവാരത്തിൽ അവർ ആരാധിക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിൽ അദ്ദേഹം സൂര്യദേവനായി കണ്ടിട്ട് ആരാധിക്കുന്നെങ്കിൽ, വേറെ ആൾ ദൈവത്തിൻ്റെ വരദാനമായിട്ട് കണ്ടിട്ട് ഒരു മന്ത്രി ആരാധിക്കുന്നെങ്കിൽ, സാധാരണ കാട്ടാക്കടയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർ ഇദ്ദേഹത്തെ പാടി ആരാധിക്കാൻ ഉള്ള അവകാശമുണ്ട്. പിന്നെ ആ കാട്ടാക്കടയാണ് അവരുടെ നാട്, തൊട്ടപ്പുറത്ത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഇത് പിന്നെ ഇതൊരു പിന്നെ പുതുമയല്ല, അല്ല, തമിഴ് കൾച്ചറിൽ ഇങ്ങനത്തെ ആരാധന, വീരാരാധന ഒരു പ്രശ്നമേ അല്ല, വീരാരാധന ഉള്ളതാണ്. വീരാരാധന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കും ഉള്ളതാണ്, പണ്ടേ ഉള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന പിന്നെ MP രാഘവനൊക്കെ അങ്ങനെ തന്നെ ആരാധിച്ചിരുന്നൊരു കാലമുണ്ട്. വീരാരാധന അത്ര വലിയൊരു മോശം ഒരു കാര്യമൊന്നുമല്ല, ആ സംഗതി പിന്നെ സ്ഥാപിക്കപ്പെടുന്നു. പിന്നെ ഇതിലൊരു പ്രശ്നമുണ്ടായിരുന്നത്, നമ്മളുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവാതിര കളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ തിരുവാതിരയിലൊക്കെ കൂടിയിട്ട് എന്താ കാരണഭൂതൻ എന്ന് പറഞ്ഞ പാട്ടൊക്കെ വന്നിട്ട് തിരുവാതിര കളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അത് പിന്നെ എന്താ പറയുക, പിന്നെ സാംസ്കാരികമായ തിരിച്ചുപോക്കാണ്, നവോത്ഥാന കാലത്തിന് പുറകോട്ടുള്ള തിരിച്ചുപോക്കാണ്. പിന്നെ തിരുവാതിരയിലേക്കും അങ്ങനെ എന്താണ് പറയുക, അങ്ങനെ ഫ്യൂഡൽ പിന്നെ കലാരൂപങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് റാപ്പല്ലേ, റാപ്പ് പാട്ട് ഫ്യൂഡലൊന്നും അല്ലല്ലോ, ആ തരത്തിലും പേടിക്കാനില്ല. ആധുനികതയുമായിട്ട് വിളക്കി ചേർക്കുന്ന ഒരു നല്ല സംവിധാനമാണ്. അതിന് എന്താ പ്രശ്നം? നമുക്കിത് തിരിച്ചറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട്, നമുക്ക് ഈ ആരാധന തിരിച്ചറിഞ്ഞില്ല, CK പത്മനാഭൻ പറഞ്ഞ പോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും തിരിച്ചറിഞ്ഞില്ല, നമുക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞില്ല. അത് നമ്മളെ പരാജയം. യെസ്, അതാണ് നിഷാദ്. ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞ പോലെ ഒരാളോട് വല്ലാത്തൊരു ഇഷ്ടവും ബഹുമാനവും ഭക്തിയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പാട്ടും സിനിമയൊക്കെ വരും. അതിലെന്താ ഇപ്പം തെറ്റ്? അല്ല, അത് അത്തരം പാട്ടും സിനിമയൊക്കെ വരും. അത് നേരത്തെ നാസർക്ക പറഞ്ഞ പോലെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ കൾച്ചറുണ്ട്. പക്ഷേ CPIM-ന് അങ്ങനെ ഒരു കൾച്ചറുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ചരിത്രം അങ്ങനെയാണോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വ്യക്തിപ്രഭാവത്താൽ അതിജീവിച്ചു പോകുന്ന പാർട്ടിയാണോ CPM? പിണറായി വിജയന് മുമ്പും CPM ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശേഷവും ഈ പാർട്ടിക്ക് അതിജീവിക്കേണ്ട എന്ന കാര്യമാണ് ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് പിണറായി വിജയനെ പുകഴ്ത്തുക എന്നത് CPIM-നകത്തൊരു ട്രെൻഡാണ് ഇപ്പോൾ. എല്ലാ അർത്ഥത്തിലും ആളുകൾ പുകഴ്ത്തുന്നു. ഇത് കുറച്ച് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള, അമച്വർ ആയിട്ടുള്ള പുകഴ്ത്തലാണ്. മറ്റേത് പ്രൊഫഷണലാണ്. രണ്ടും ആത്യന്തികമായ ഒരേ ഫലമാണ് ഉണ്ടാക്കുക എന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെയും പറഞ്ഞ പോലെ വ്യക്തികളെ ആരാധിക്കുക, വ്യക്തികളുടെ പടം പോസ്റ്ററിൽ അടിക്കുക, വ്യക്തികളെ പ്രഘോഷിക്കുക എന്നത് CPM-ന് ലൈനല്ല. ഇതേ പിണറായി വിജയൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് VS അച്യുതാനന്ദൻ്റെ പടം വെച്ച് തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റർ അടിച്ചപ്പോൾ അത് ഞങ്ങളുടെ രീതിയല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് ഞങ്ങളുടെ രീതിയല്ല, അങ്ങനെ CPM-ന് ഒരു പരിപാടിയില്ല എന്ന് അദ്ദേഹം വളരെ തെളിച്ചത്തോടെ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച കൊടി തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ മുമ്പിൽ ഒരു വലിയ ചെങ്കൊടിയിൽ പിന്നെ ഈ പിണറായി വിജയന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ട് ഇങ്ങനെ പാറി പറപ്പിക്കുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സ്റ്റേജിൻ്റെ ഇടതുവശത്ത് ആ പാറിക്കുന്ന ആ ചുവന്ന കൊടി
എടുത്തു മാറ്റണം, അത് ഈ പാർട്ടിക്ക് പറ്റിയ രീതിയല്ല എന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ രീതി എന്താണെന്നും ഈ പാർട്ടിയിൽ പാടില്ലാത്തത് എന്താണെന്നും നല്ല ബോധ്യമുള്ള ആളാണ് പിണറായി വിജയൻ എന്നാണ് നമ്മൾ കണ്ട കാര്യം. അപ്പോൾ ഈ പ്രവണത ഉണ്ടല്ലോ, ഈ അപകടകരമായ പ്രവണതയെ, CPM-നെ സംബന്ധിച്ച് അപകടകരമായ ഈ പ്രവണതയെ തിരുത്താനുള്ള ഉത്തരവാദിത്വം ഒന്നാമതായിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അതേക്കുറിച്ച് ധാരണയില്ലാത്ത ആളല്ല, ഇത്തരം പ്രവണതകളെ തിരുത്തിപ്പോന്നു വന്നിട്ടുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം EP ജയരാജൻ ഇല്ലാതായിപ്പോയോ? അല്ല, ഞാൻ പറയുന്നത് പിണറായി വിജയനെ കുറിച്ചാണല്ലോ ഈ പുകഴ്പാട്ടുകൾ മുഴുവൻ. വേറെ ആരെക്കുറിച്ചും ആ പാർട്ടി അത് പെർമിറ്റ് ചെയ്യില്ല. EP ജയരാജൻ കണ്ണൂരിൻ താരകമല്ലോ എന്ന് പാട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ ശാസിക്കുകയും അദ്ദേഹത്തെ ഏതാണ്ട് മ്യൂട്ട് ചെയ്യുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തെ. പക്ഷെ അതിനുശേഷം പിണറായി വിജയനെ പുകഴ്ത്തുന്നത് വളരെ പ്രൊഫഷണലായിട്ടും പാർട്ടി അറിഞ്ഞുകൊണ്ടും ഇല്ലാതെ ഒക്കെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു നേതാവിൽ. ഓഫ് കോഴ്സ് പിണറായി വിജയൻ ഇന്ത്യയിലെ ഏറ്റവും പ്രബലനായ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ്. എന്ന് വെച്ചാൽ ലോകത്തെല്ലായിടത്തും തന്നെ കമ്മ്യൂണിസം വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യയിൽ അത് നാമാവിശേഷമായിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ വീണു പോകാതെ ആ പാർട്ടി ഇവിടെ നിലനിർത്തി. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെയൊക്കെ സമയത്ത് CPM നേരിട്ട ഒരു വലിയ അതിജീവന പ്രതിസന്ധി എന്തായാലും നമുക്കറിയാം. അവിടെയും അതിനെ വീഴാതെ നിലനിർത്തുക, അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് 2 തവണ തുടർച്ചയായിട്ട് ഭരണം നിലനിർത്തുക. അപ്പോൾ പിണറായി വിജയൻ ഒരു വലിയ ഒരു ആൻറ്റി ഹീറോ ഇമേജ് ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമം ഒരു വശത്ത് നടന്നല്ലോ. എന്നിട്ട് കൂടി അദ്ദേഹം വരികയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടുകയും 2 തവണ അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടം സമാഹരിക്കുകയൊക്കെ ചെയ്തു. എന്ന് വെച്ചാൽ ഇന്ത്യൻ CPM-നെ റൺ ചെയ്യുന്നതിൽ കേരളത്തിലെ പാർട്ടിക്ക് പ്രധാന പങ്കുണ്ട്. അതിൻ്റെ നായകൻ പിണറായി വിജയനാണ്, അതിൽ തർക്കമില്ല. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ്. പക്ഷേ എന്നാൽ തന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് അതിൻ്റെ കേഡർ സംവിധാനത്തിൻ്റെ ബലത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയുടെ ബലത്തിലാണ്, വ്യക്തികളുടെ ബലത്തിലല്ല. അപ്പോൾ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്ന്, അതിൻ്റെ കേഡർ സംവിധാനത്തിൻ്റെ കരുത്തിൽ നിന്ന് അതിനെ വ്യക്തികളുടെ പ്രഭയിലേക്ക് മാറ്റിക്കെട്ടാൻ ശ്രമിക്കുന്നത് ആത്യന്തികമായി അതിന് അതിജീവന പ്രതിസന്ധി ഉണ്ടാക്കും. പിണറായി വിജയനാണ് എല്ലാം. പിണറായി വിജയനിലാണ് സകലതും നിക്ഷിപ്തമായിരിക്കുന്നത്. പിണറായി വിജയനാണ് സൂര്യദേവൻ എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ പിണറായി വിജയൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അടുത്ത തവണ പാർട്ടി തീരുമാനപ്രകാരം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് മത്സരിക്കേണ്ടതില്ല തീരുമാനിക്കുകയാണ്. ഞാൻ തീരുമാനിച്ചാൽ പിന്നെ ആരാണ് ഉണ്ടാവുക? അപ്പോൾ അതുകൊണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപകടകരമായിരിക്കുമെന്ന കാര്യം ആ പാർട്ടിക്ക് നല്ലവണ്ണം ആലോചിക്കാവുന്നതാണ്. അതറിയാവുന്നവർ അതിനകത്തുണ്ട്. എന്തോ ഭയം ഇനി അവരെ പിടികൂടിയിട്ടാണോ എന്തോ അവർക്ക് തിരുത്തി പറയാൻ കഴിയാത്തതെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ അത്തരം ഭയപ്പെട്ട് നിൽക്കുന്ന അനുയായ വൃന്ദത്തോട് പിണറായി വിജയൻ തന്നെ പറയണം, ഭയപ്പെടണ്ട, എന്നെ പുകഴ്ത്തുന്ന പരിപാടി വേണ്ടെന്ന് വെക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്നാണ്. പിണറായി വിജയൻ പക്ഷേ എന്തോ ഒരു വെളിച്ചം കിടക്കാത്ത അറയിൽ താമസിക്കുന്നു എന്നൊക്കെ സംശയം തോന്നുന്ന നിലയ്ക്കാണ് അദ്ദേഹവും പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ് പോലീസ് ചെയ്ത് കൂട്ടും ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം വല്ലാതെ എന്താ പറയുന്നത്, ജനങ്ങളുടെ പൾസ് എന്താണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലൊക്കെയുള്ള ആളുകളുടെ ഒരു മനസ്സിലുള്ള ഒരു ആശയം എന്താണ്, അതിൽ നിന്ന് അകലെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ തരത്തിലുള്ള കൺഫ്യൂഷനെ അവർ നേരിടുന്നുണ്ട്. സോ ഇത് നമ്മൾ ഈ അമച്വറാന്ന് വെച്ച് കളിയാക്കി വിടരുത്. നാസർക്ക പറഞ്ഞാൽ ശരിയായ പോയിന്റ്, ഇത് അമച്വറാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പുകഴ്ത്തലുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞത് രണ്ടിനും സെയിം ഇമ്പാക്റ്റ് ആണ്. യെസ്, എന്തായാലും ഈ പുകഴ്ത്തലിനോട് പിന്നെ എന്താ പറയുക, എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പുകഴ്ത്തി തോൽപ്പിക്കാൻ കഴിയുമായിരിക്കും. പുകഴ്ത്തി പുറത്തേ അടിക്കാൻ പരാമർശമുണ്ടോ, ഒരു പ്രയോഗമുണ്ടല്ലോ. എന്തായാലും ഈ പുകഴ്ത്തലിന് CPM സംസ്ഥാന സെക്രട്ടറിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് പ്രതികരണമാണ് നടത്താനുള്ളത് എന്ന ആകാംക്ഷ കൂടി ഔട്ട് ഓഫ് ഫോക്കസിനുണ്ട്. അങ്ങനെ ഒരു പ്രതികരണം വരുമോ എന്ന് നോക്കാം. എന്തായാലും ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.